ഗുഡ് ഈവനിങ് അച്ചോ. ഗുഡ് ആൻഡ് ഗുഡ് ഈവനിങ്. ഈവനിങ് ഓൾ. എല്ലാവർക്കും സന്തോഷമാണോ? ഒന്ന് ചിരിച്ചേ എല്ലാവരും. വിഷമിച്ച് വാടിയൊക്കെ ഇരിക്കാതെ സന്തോഷത്തോടെയൊക്കെ ഒന്നിരുന്നേ. ഗുഡ് ഈവനിങ് അച്ഛാ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുമൊക്കെ വന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വിനയപൂർവ്വം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കാം. വരാമായിരുന്ന വലിയ നാശങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഇത്രത്തോളം കാത്ത് സംരക്ഷിച്ച ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിൽ സമർപ്പിക്കാം. നമ്മുടെ ഭവനത്തെ, കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും രോഗത്തിലും സങ്കടങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. വിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാടിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകണമേ. സംഘർഷങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം, യേശു ക്രിസ്തു നൽകുന്ന സൗഖ്യം ഞങ്ങൾ പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മനവും മഹത്വവും അങ്ങെടുക്കണമേ. ഈ പഠന പദ്ധതിയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും കാണിക്കുന്ന ഉത്സാഹത്തെ പ്രതി നന്ദി അർപ്പിക്കുന്നു, സ്നേഹമറിയിക്കുന്നു. ആമുഖമായ 2-3 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്ന്, മറ്റ് ചിന്തകളൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായി പഠനത്തിന് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. 2, മുമ്പിലൊരു ബൈബിൾ തുറന്നു വെക്കുന്ന നല്ലതാണ്. 3, ഇത് പഠിക്കാൻ നിങ്ങൾ വിചാരിച്ചേ പറ്റുള്ളൂ. അച്ഛൻ വിചാരിച്ചാൽ നിങ്ങൾ പഠിക്കത്തില്ല, പഠിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം നിങ്ങളെ സഹായിക്കുക മാത്രമാണ്. നിങ്ങൾ വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, ദൈവവചനം ഉൾക്കൊള്ളണം. അപ്പം നിങ്ങളുടെ പഠനത്തിന് ഞങ്ങൾ സഹായിക്കുന്നുവെന്നേ ഉള്ളൂ കേട്ടോ, ഈ പഠന പദ്ധതി എന്ന് പറയുന്നത്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോളൈൻ ലെറ്റേഴ്സ്, വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനാണ്. ഇപ്പോൾ ഏതാനും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണല്ലോ ഉള്ളത്. അതിൽ 13 പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണ്. അപ്പം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ്. ഈ ലേഖനങ്ങൾ വഴി ക്രിസ്തുമതത്തിൻ്റെ 2ാമത്തെ സ്ഥാപകൻ എന്ന പേരാണ് പൗലോസിന് ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് സ്ഥാപകൻ നമ്മൾ പറയും. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെയൊക്കെ തത്വശാസ്ത്ര പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുത്തത് പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഈ 13 ലേഖനങ്ങളിൽ 4 അറിയപ്പെടുന്നത് കാരാഗ്രഹ ലേഖനങ്ങളെന്നാണ്, പ്രിസൺ ലെറ്റേഴ്സ് എന്നാണ്. കാരാഗ്രഹ ലേഖനങ്ങൾ.
കാരാഗ്രഹം എന്ന് എഴുതാൻ അറിയാവോ? കാരാഗ്രഹം, അതെ, ഗ്രഹം, അതെ, അല്ലാതെ ഗ്രഹമല്ല, അതെ, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അല്ല, കാരാഗ്രഹം, അതെ, താഴെ ചുറ്റിക്കെട്ടുള്ള ഗ്രഹം. കാരാഗ്രഹ ലേഖനങ്ങൾ, പ്രിസൺ ലെറ്റേഴ്സ് 4 എണ്ണമുണ്ട്. പിന്നെ മറ്റ് ലേഖനങ്ങൾ നമ്മൾ പഠിക്കും. കാരാഗ്രഹ ലേഖനത്തിൽ ആദ്യത്തേത് എഫേസ്യ ലേഖനമാണ്. എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ ബൈബിളൊന്ന് തുറന്ന് എഫേസ്യ ലേഖനം ഒന്ന് എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുകയും കൂടെ വേണം. എഴുതണം, അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, പ്രിസൺ ലെറ്റേഴ്സ്, കാരാഗ്രഹ ലേഖനങ്ങൾ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ റോമിലെ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനങ്ങളാണ്. ജയിലിൽ കിടന്നും ലേഖനങ്ങൾ എഴുതുകയായിരുന്നു, അല്ലേ? അത് 3 സഭകൾക്കാണ്. എഫേസ്യയിലെ സഭയ്ക്ക്, ഫിലിപ്പിയിലെ സഭയ്ക്ക്, കൊലോസിയിലെ സഭയ്ക്ക്. 4-മത്തത് ഒരു വ്യക്തിക്കാണ്. അതാണ് ഫിലേമോന്, വ്യക്തിപരമായി എഴുതുന്ന കത്താണ്. പൗലോസ് റോമിലെ ജയിലിൽ കിടന്നത് AD 60 മുതൽ 62 വരെയാണ് കേട്ടോ. AD 60 മുതൽ 62 വരെയാണ് ജയിലിൽ കിടന്നത് പൗലോസ് അപ്പോസ്തലൻ റോമിലെ. അപ്പോൾ അതിൽ 60-ലോ 61-ലോ എഴുതിയാണ് ഈ എഫേസ്യ ലേഖനം. ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷമോ 60-ലോ 61-ലോ, അപ്പോൾ തീർത്ത് നമ്മൾ പറയുന്നില്ല. പണ്ഡിതന്മാർ അങ്ങനെയാണ്, 60-ലായിരിക്കുക 61-ലായിരിക്കുക എഴുതപ്പെട്ടത് എഫേസ്യ ലേഖനം. AD 60-ഓ 61-ലോ എഴുതപ്പെട്ടാണ്. പൗലോസ് നേരത്തെ എഫേസോ സന്ദർശിച്ചിരുന്നു. നമുക്കറിയാം, പൗലോസിൻ്റെ 3 മിഷണറി യാത്രകളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. 3 പ്രാവശ്യം മിഷണറി യാത്ര നടത്തി. അതിലെ 2-മത്തെ മിഷണറി യാത്രയുടെ ഒടുവിലാണ് എഫേസോസിലെത്തിയത് പൗലോസ് അപ്പോസ്തലൻ. ഈ 3 മിഷണറി യാത്രകളിൽ 2-മത്തെ മിഷണറി യാത്രയുടെ ഒടുവിലാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെത്തിയത്, എഫേസോസ് സന്ദർശിച്ചത്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, എഫേസോസിലെത്തിയ പൗലോസ് അപ്പോസ്തലൻ ദമ്പതികളായ പ്രിസ്കില്ലയും അക്വിലയെയും അവിടെ വിട്ടു. പിന്നെ യാത്ര തുടർന്നത് പ്രിസ്കില്ലയും അക്വിലയും എഫേസോസിൽ വെച്ചിട്ട് യാത്ര തുടർന്നു. ഇക്കാര്യം നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 18 മുതൽ 21 വരെ. പൗലോസ് പിന്നെയും കുറേ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫേസോസിലെത്തി. അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറേ കൂടെ താമസിക്കണമെന്ന് അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു. അപ്പം അക്വിലാസിനെയും പ്രിസ്കില്ലയെയും അവിടെ വിട്ടു, എഫേസോസിൽ വിട്ടു. പൗലോസ് തുടർന്ന് അതിൻ്റെ യാത്ര തുടരുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. 2-ാം മിഷണറി യാത്രയൊടുവിൽ പൗലോസ് എഫേസോസ് സന്ദർശിച്ചു. വീണ്ടും എഫേസോസിലെത്തി പൗലോസ്. അത് 3-ാം മിഷണറി യാത്രയിൽ. 3-ാം മിഷണറി യാത്രയിൽ
ഏകദേശം 3 വർഷം പൗലോസ് എഫേസോസിൽ താമസിച്ചു. അത് നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നുണ്ട്. അപ്പം 3-ാം മിഷണറി യാത്രയിൽ ഏകദേശം 3 വർഷം പൗലോസ് എഫേസോസിൽ താമസിച്ചു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതൽ 19-ാം അധ്യായത്തിൻ്റെ 41 വരെ ആ ഭാഗത്ത് ആ കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18-ൻ്റെ 23 മുതൽ 19-ൻ്റെ 41 വരെ പൗലോസ് വീണ്ടും എഫേസോസിലെത്തി താമസിച്ചതായിട്ട് പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നീടാണ് റോമിലെ ജയിലിൽ കിടന്നുകൊണ്ടാണ് എഫേസോസിലെ സഭയ്ക്ക് ഈ കത്തെഴുതുന്നത്, എഫേസ്യ ലേഖനം എഴുതുന്നത്. നമുക്കിനി ഈ എഫേസോസ് എന്ന സ്ഥലത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. ഓരോ സ്ഥലത്തെയും പൗലോസ് പരിചയപ്പെട്ടു. ആ സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതുന്നത്. സാംസ്കാരിക പശ്ചാത്തലത്തിൽ, തത്വശാസ്ത്ര പശ്ചാത്തലത്തിൽ ഒക്കെയാണ് എഴുതുന്നത്. നമ്മൾ പറയും, നാടൻ ഭാഷയിൽ പറയും, മത്തായിയെ കണക്ക് പഠിപ്പിക്കണമെങ്കിൽ കണക്കും അറിഞ്ഞിരിക്കണം, മത്തായിയെ അറിഞ്ഞിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞ പോലെ എഫേസോസിലെ ആ നാടിനെക്കുറിച്ചും മനസ്സിലാക്കി, അതിൻ്റെ പശ്ചാത്തലം, സാംസ്കാരിക പശ്ചാത്തലത്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ലേഖനം എഴുതുന്നത്. നമുക്കിനി എഫേസോസ് എന്ന സ്ഥലത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയിട്ട് വേണം ലേഖനം പഠിക്കുമ്പോഴേ കൂടുതൽ നമുക്കത് വ്യക്തമാകും. എഫേസോസ് എന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏഷ്യ മൈനറിലെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു എഫേസോസ്. എന്താണ് ഈ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലം? ഏഷ്യ മൈനർ, നമ്മൾ ഭൂലോകത്തിൻ്റെ ചിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അതിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് വരും, യോജിക്കുന്ന ഭാഗത്ത് വരും ഈ മെഡിറ്ററേനിയൻ സീ, മധ്യധരണ്യാഴി. അതിൻ്റെ തീരത്താണ് ഈ പലസ്തീനുമൊക്കെ, യെറൂസലേമുമൊക്കെ. മധ്യധരണ്യാഴിയുടെ തീരങ്ങളിലാണ്. അപ്പോൾ ഏഷ്യ മൈനറിലെ മെഡിറ്ററേനിയൻ സീയോട് ചേർന്നുള്ള ഒരു കച്ചവട കേന്ദ്രമായിരുന്നു, ഒരു ബിസിനസ് സെൻ്ററായിരുന്നു, ഒരു കൊമേഴ്ഷ്യൽ സെൻ്ററായിരുന്നു, ഒരു മതകേന്ദ്രം കൂടിയായിരുന്നു. എഫേസോസ് കച്ചവട കേന്ദ്രവുമായിരുന്നു, മതകേന്ദ്രവുമായിരുന്നു. അക്കാലത്ത്, പൗലോസിൻ്റെയൊക്കെ കാലത്ത്, ഈ എഫേസോസ് പ്രസിദ്ധമായിരുന്നത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ സ്ഥലമായിട്ടാണ്. അർത്തമീസ് ദേവിയുടെ മഹാക്ഷേത്രം എഫേസോസിലുണ്ടായിരുന്നു. അർത്തമീസ് ദേവിയുടെ മഹാക്ഷേത്രം പഴയ കാലത്തെ 7 ലോകാത്ഭുതങ്ങളിലൊന്നായിരുന്നു. വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, 7 വണ്ടേഴ്സ്. അതിലൊന്നായിരുന്നു ഈ അർത്തമീസ് ദേവിയുടെ മഹാക്ഷേത്രം. അത് എഫേസോസിലായിരുന്നു. ഈ അർത്തമീസ് ദേവി എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ, ലാറ്റിൻകാർ പറയും ഡയാന ദേവി എന്ന് പറയും. നമുക്ക് ഡയാന രാജകുമാരിയെ പരിചയമുണ്ട് അല്ലേ? ഒരു ദേവിയുടെ പേരാണ് ഡയാന എന്നുള്ളത്. ഈ റോമാക്കാരെ രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയപ്പം ലാറ്റിൻ ഭാഷയൊക്കെ വ്യാപിച്ചു ആ സ്ഥലങ്ങളിലൊക്കെ, റോമൻ സാമ്രാജ്യം കീഴ്പ്പെടുത്തിയപ്പോഴേ. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ ഡയാന എന്ന് വിളിച്ചു. ഗ്രീക്ക് സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ അർത്തമീസ് ദേവി എന്ന് അവർ വിളിച്ചു, ഗ്രീക്കുകാർ. അപ്പം ഡയാന ആണ് അർത്തമീസ് ദേവി. ഒരു മഹാക്ഷേത്രമാണ് ആ ദേവിയുടെ. അതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ താങ്ങി നിർത്തിയത് 127 കൂറ്റൻ തൂണുകളാണ്. വലിയ തൂണുകൾ, 127 തൂണുകളാണ് ഈ മഹാക്ഷേത്രത്തെ താങ്ങി നിർത്തിയത്. പൊന്നു പതിച്ച കൊത്തുപണികൾ നിറഞ്ഞതാണ്, സ്വർണം പതിച്ച കൊത്തുപണികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്.
നമുക്കിപ്പം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികളൊക്കെ മനസ്സിൽ വരുന്നതില്ലേ, അതിനെക്കാട്ടിയൊക്കെ ഗംഭീരമായ രീതിയിൽ സ്വർണം പതിച്ച കൊത്തുപണികളൊക്കെ നിറഞ്ഞായിരുന്നു അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. എഫേസോസിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു മാജിക് കേന്ദ്രമായിരുന്നു, മജീഷ്യന്മാരുടെ കേന്ദ്രമായിരുന്നു. മായാജാല പ്രകടനങ്ങൾ നടക്കുമായിരുന്നു. അതിനൊക്കെ ആളുകൾ വന്നു കൂടും. അപ്പോൾ ആ സ്ഥലത്തൊക്കെയാണ് പൗലോസ് പോയി പ്രസംഗിച്ചത്. ആളുകൾ വന്ന് കൂടുമ്പോൾ അവരോടൊക്കെ പ്രസംഗിച്ചു. ഒരു മാജിക് കേന്ദ്രമായിരുന്നു. ധാരാളം മന്ത്രവാദികളുണ്ടായിരുന്നു. മന്ത്രവാദ കേന്ദ്രം കൂടിയായിരുന്നു. ഒരു വലിയ തുറമുഖം കൂടിയായിരുന്നു ഈ സ്ഥലം, സ്ഥലം. വലിയ കപ്പലൊക്കെ അടുത്ത് കച്ചവട കേന്ദ്രമാകുമ്പോൾ ഒരു തുറമുഖം കൂടിയായിരുന്നു. വാണിജ്യപരമായി വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ സെൻ്ററായിരുന്നു. ഈ എഫേസോസ് അറിയപ്പെട്ടത് ഏഷ്യയുടെ വിളക്കെന്നാണ്, ദ ലൈറ്റ് ഓഫ് ഏഷ്യ. ഈ സ്ഥലത്തെ ഈ പ്രാധാന്യം കൊണ്ട് വിളിച്ചത് ദ ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ വിളക്കെന്നായിരുന്നു എഫേസോസിനെ വിളിച്ചത്. വേറെ ഒരു പേര് കൂടി ഉണ്ടായിരുന്നു എഫേസോസിന്, ദ ട്രഷറി ഓഫ് ഏഷ്യ, ഏഷ്യയുടെ ഖജനാവെന്നും വിളിച്ചു. ഇപ്പോൾ ഒരു പണകേന്ദ്രമായിരുന്നു അല്ലേ, ധനപരമായ ഒരു കേന്ദ്രമായിരുന്നു. ഏഷ്യയുടെ വിളക്ക്, ഏഷ്യയുടെ ഖജനാവ് എന്നൊക്കെ വിളിച്ചിരുന്നു ഈ എഫേസോസിനെ. അത്രമാത്രം പ്രസിദ്ധമായിരുന്നു. റോമ ഗവർണർ പതിവായി സന്ദർശിച്ചിരുന്നു ഈ സ്ഥലം. കുറ്റവാളികളൊക്കെ വിസ്തരിച്ചിരുന്ന സ്ഥലമാണ് എഫേസോസ്. കോടതികളും ഒക്കെ ഉണ്ടായിരുന്നു. കുറ്റവാളികളുടെ വിസ്താര കേന്ദ്രമായിരുന്നു. മാത്രമല്ല, ഗ്രീക്കുകാരുടെ കായിക മത്സരങ്ങളിലൂടെ നടത്തിയിരുന്നു. സ്പോർട്സ് സെൻറ്റർ കൂടിയായിരുന്നു അക്കാലത്ത്. ഏതൻസിലൊക്കെ ആണല്ലോ ഒളിമ്പിക്സൊക്കെ ആരംഭിച്ചത് അല്ലേ, നമുക്കറിയാം. എഫേസോസ് ഒരു കായിക കേന്ദ്രം കൂടിയായിരുന്നു, സ്പോർട്സ് സെൻ്ററായിരുന്നു. ഈ എഫേസോസിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണും. സ്മിർണ, പെർഗാമോസ്, ഇതൊക്കെ എഫേസോസിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. തൊട്ടടുത്ത് സ്മിർണ എന്ന സ്ഥലം, പെർഗാമോസ് എന്ന സ്ഥലം വെളിപാട് പുസ്തകത്തിലുണ്ട്. 7 സഭകൾക്ക് എഴുത്തിരുന്നത്. ഇതെല്ലാം എഫേസോസിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. AD 262 പിൽക്കാലത്ത്, പൗലോസിൻ്റെ കാലം കഴിഞ്ഞ് AD 262 അർത്തമീസ് മഹാദേവിയുടെ മഹാക്ഷേത്രം ഗോത്ത് വംശക്കാർ ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. ഈ ഡയാന ദേവിയുടെ ക്ഷേത്രം, അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം 262 AD ഗോത്ത്, GOTH, ഗോത്ത് വംശക്കാർ വന്ന് ആക്രമിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഈ വലിയ പ്രൗഢിയോടെയുള്ള കേന്ദ്രങ്ങളൊക്കെ കുറച്ച് നാളൊക്കെ നിൽക്കും, പിന്നൊന്നും കാണുകയില്ല, തകർക്കപ്പെടും. നമ്മളൊക്കെ മുറുകെ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര കാലം കാണും? ഇതൊക്കെ ഈ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വീടൊക്കെ എത്ര കാലം കാണും? കുറച്ച് കാലത്തേക്കൊക്കെ ഉള്ളു കേട്ടോ. എല്ലാം തകർക്കപ്പെടും, എല്ലാം പൊളിക്കപ്പെടും, പൊളിച്ചടുക്കും. അതെ. അപ്പം എഫേസോസിൻ്റെ പ്രാധാന്യം, പലതരത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി പൗലോസും എഫേസോസും അവരുടെ ബന്ധം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. പൗലോസ് പറയുന്നത് എഫേസോസിലെ വേലയ്ക്ക് വേണ്ടി ദൈവം തന്നെ പ്രത്യേകം നിയോഗിച്ചിരിക്കുമെന്നാണ്. ആ ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. എഫേസോസിലെ വേലയ്ക്ക് വേണ്ടി തന്നെ പ്രത്യേകം ദൈവം നിയോഗിച്ചിരിക്കുകയാണ് എന്നാണ് പൗലോസിൻ്റെ ബോധ്യം. അതെ,
നമ്മളൊക്കെ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ദൈവം നിയോഗിച്ചിരിക്കുക കേട്ടോ. നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇപ്പോഴേ ഒന്നും മരിക്കത്തില്ല ആരും കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട. കുറേ വർഷം കൂടെയൊക്കെ ജീവിച്ചിരിക്കും കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനുണ്ട് നമുക്ക്, ദൈവമഹത്വത്തിനായി, നാടിൻ്റെ നന്മയ്ക്കായി, സഭയുടെ പുകഴ്ചയ്ക്കായി, കുടുംബത്തിനായി, നാടിനു വേണ്ടിയൊക്കെ സേവനങ്ങളും ത്യാഗങ്ങളും ശുശ്രൂഷകളൊക്കെ ഇനിയൊക്കെ ചെയ്യാനുണ്ട് നമുക്ക്. പ്രത്യേക നിയോഗം പ്രാപിച്ചവരാണ് നമ്മളൊക്കെ. ഈ പഠന പദ്ധതി ആ നിയോഗത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ദൈവം നിയോഗിച്ചിരിക്കുകയാണ്, ദൈവം വിളിച്ചിരിക്കുകയാണ് അതിനു വേണ്ടി നിങ്ങളെ. എഫേസോസിലെ വേലയ്ക്ക് വേണ്ടി പൗലോസിനെ പ്രത്യേകം നിയോഗിച്ചു എന്നുള്ള ബോധ്യമുണ്ടായി. മൂന്നാം മിഷണറി യാത്രയിൽ തൻ്റെ ഉറ്റ സ്നേഹിതരായ 2 പേർ കൂടെ ഉണ്ടായിരുന്നു, തീത്തോസും തിമോത്തിയോസും. മൂന്നാം മിഷണറി യാത്രയിലെ ഉറ്റ സ്നേഹിതരാണ്. അപ്പോൾ താൻ സന്ദർശിച്ചപ്പോഴും രണ്ടാമത് സന്ദർശിച്ചപ്പോഴും തീത്തോസും തിമോത്തിയോസും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം നേരത്തെ കണ്ടു, ആ ദമ്പതികളായ അക്വിലാസിനെയും പ്രിസ്കില്ല അവിടെ ആക്കി എഫേസോസിൽ ആദ്യത്തെ മിഷണറി, രണ്ടാമത്തെ മിഷണറി യാത്രയിൽ. മൂന്നാമത്തെ മിഷണറി യാത്രയിൽ ഉറ്റ സ്നേഹിതരായ തീത്തോസും തിമോത്തിയോസും പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ എഫേസോസിൽ പൗലോസ് സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പ് വേറെ ഒരാൾ അവിടെ സുവിശേഷം അറിയിച്ചിരുന്നു. നമുക്ക് ആ പേര് പരിചയമുണ്ട്, അപ്പല്ലോസ്. പൗലോസ് എഫേസോസിൽ എത്തുന്നതിന് മുമ്പ് അവിടെ സുവിശേഷം അറിയിച്ചിരുന്ന ആളാണ് അപ്പല്ലോസ്. അപ്പല്ലോസിനും കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരാണോ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരാണോ? കുറേ ആളുകളെ ചേർത്ത് നിർത്തി അപ്പല്ലോസും. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 18:24 വായിക്കുന്നുണ്ട്. അപ്പോലോസ് നേരത്തെ എഫേസോസിൽ സുവിശേഷം അറിയിച്ചു എന്നുള്ള കാര്യം. അപ്പല്ലോസ് എന്ന ആൾ അലക്സാന്ദ്രിയക്കാരനാണ്. അലക്സാണ്ട്രിയ, ഇപ്പോഴത്തെ ഈജിപ്തിലാണ് അലക്സാണ്ട്രിയ എന്ന് പറയുന്നത്. വലിയ വാഗ്മിയായിരുന്നു, തത്വജ്ഞാനിയായിരുന്നു അപ്പല്ലോസ്, പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് പൗലോസിന് മുമ്പേ പോയി സുവിശേഷം അറിയിച്ചു എഫേസോസിൽ. ഈ അപ്പല്ലോസ് എഫേസോസുകാരെ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം ഊന്നിപ്പറഞ്ഞു. അപ്പല്ലോസ് യോഹന്നാൻ സ്നാപകൻ്റെ ഒരു ശിഷ്യൻ കൂടെയായിരുന്നു ഈ അപ്പല്ലോസ്. യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. പരിശുദ്ധാത്മാവിനെപ്പറ്റി ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവിനെ പറ്റിയൊന്നും വലിയ പ്രാധാന്യം കൊടുത്ത് പ്രസംഗിച്ചൊന്നുമില്ല. യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം ഊന്നിപ്പറഞ്ഞു അപ്പല്ലോസ്. എഫേസോസിൽ നിന്ന് അപ്പല്ലോസ് പിന്നെ കൊരിന്തിൽ പോയി യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം മാത്രം ഏറ്റ എഫേസോസുകാരെ പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിച്ചു. അപ്പം അപ്പല്ലോസിൽ നിന്ന് കൂടുതൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചും മശിഹായുടെ വരവിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരുന്നു എഫേസോസുകാർ. പൗലോസാണ് അവരെ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അവരെ പഠിപ്പിച്ചത് പിന്നീട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനമാണ് ഈ അപ്പല്ലോസ് ഊന്നി പറഞ്ഞത്. പൗലോസ് അവരെ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ ഊന്നിപ്പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെപ്പറ്റി. എഫേസോസിൽ ചെന്ന പൗലോസ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത് യഹൂദന്മാരുടെ ഒരു സിനഗോഗിലാണ്. സിനഗോഗ് യഹൂദന്മാരുടെ ആരാധനാ കേന്ദ്രമാണല്ലോ സിനഗോഗ്. യഹൂദന്മാർക്ക് ഒരു ദേവാലയമുള്ളൂ, യെരൂശലേം ദേവാലയം. പക്ഷേ യഹൂദന്മാർ ചേറിപ്പാർത്ത സ്ഥലങ്ങളിലൊക്കെ സിനഗോഗുകളുണ്ടായിരുന്നു, സംഘാലയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എഫേസോസിൽ ഒരു സംഘാലയത്തിലാണ് ആദ്യം പൗലോസ് ചെന്ന് അവരോട് പ്രസംഗിച്ചത്. അതും അപ്പോസ്തല പ്രവൃത്തി 19:8 നമ്മൾ കാണുന്നുണ്ട്. സംഘാലയത്തിൽ ചെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചത്. അപ്പോൾ ചില യഹൂദന്മാർ സുവിശേഷം സ്വീകരിച്ചു. എല്ലാവരും ഒന്നും സ്വീകരിച്ചില്ല സംഘാലയത്തിനെ, ചില യഹൂദന്മാർ സ്വീകരിച്ചു. അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്, ഈ എഫേസോസിലെ കഠിനമായ ചൂടാണ് അക്കാലത്ത് കൂടുതൽ സമയം.
രാവിലെ 11 മണിയിൽ മുതൽ വൈകിട്ട് 4 മണി വരെ ജനങ്ങൾ ജോലി ചെയ്തിരുന്നില്ല ഈ ചൂട് കാരണം. 11 മുതൽ 4 വരെ പണിയില്ല. വലിയ ചൂടായതുകൊണ്ട് കിടന്നുറങ്ങും അവർ. ഷെൽട്ടറുകളൊക്കെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ കൂടി സൊറ പറയും, തമാശ പറയും, അവരുടെ കൂട്ടായ്മയൊക്കെ. 11 മണി മുതൽ 4 മണി വരെ വലിയ ചൂടായതുകൊണ്ട് പണിയില്ല, അവർ കൂടിയിരിക്കും. ആ സമയത്താണ്, അവർ കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ സമയത്താണ് പൗലോസ് അവരുടെ പണിശാലകളിലും വിദ്യാലയങ്ങളിലും വാണിജ്യ സ്ഥലത്തുമൊക്കെ അവരോട് പ്രസംഗിച്ചത്. പണി ചെയ്യാതെ, ഈ പണിക്കാരായിരുന്നു കൂടുതൽ, ആ പണി ചെയ്യാതെ വിശ്രമ സ്ഥലത്ത് വിശ്രമിക്കാനും ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ കൂടി വന്നിരുന്ന സ്ഥലത്ത് അപ്പോഴാണ് പൗലോസ് അവരെ കണ്ട് അവരോട് സുവിശേഷം അറിയിച്ചത്. ഓരോ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവം നമ്മുടെ മുമ്പാകെ ഓരോ സാഹചര്യങ്ങൾ ഒരുക്കും. ചില പരിചയക്കാരാക്കി തരുന്ന, അവരോട് സംസാരിക്കാനാണ്, സുവിശേഷം അറിയിക്കാനാണ് ചിലരെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ചിലരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുന്നത് അവരെ നല്ല പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ അവരോട് പ്രസംഗിക്കും. ബാക്കിയുള്ള സമയത്ത് പൗലോസ് എന്ത് ചെയ്യും? ഈ 11 മുതൽ 4 വരെ പ്രസംഗിക്കും, ഇവരോട് സുവിശേഷം അറിയിക്കും. ബാക്കിയുള്ള സമയത്താണ് പൗലോസ് കൂടാരപ്പണി ചെയ്തത്. പൗലോസിൻ്റെ ജോലി എന്തായിരുന്നു? കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ച ആളാണ്. കഠിനമായി അധ്വാനിച്ച ആളാണ്, കൂടാരപ്പണിക്കാരനാണ്. മറ്റപ്പോസ്തലന്മാരൊക്കെ മീൻ പിടിക്കാൻ പോയി, ചിലർ ഓരോ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചവരാണ്, അധ്വാനിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ പൗലോസ് ഇരട്ടി അധ്വാനമാണ്. 11 മുതൽ 4 വരെ ജനങ്ങളെ കണ്ട്, ചൂട് സമയത്ത് ജനങ്ങളെ കണ്ട് സുവിശേഷം അറിയിച്ചു. അതിന് മുമ്പും പിമ്പുമുള്ള സമയത്ത് കൂടാരപ്പണി ചെയ്ത് ജീവിച്ചു. ഇതായിരുന്നു പൗലോസിൻ്റെ ശൈലി. ഇരട്ടി അധ്വാനിച്ച ആളാണ്. എന്തോ അച്ചോ കൂടാരപ്പണി? കൂടാരപ്പണി എന്തായിരിക്കാം എന്ന് പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിൽ കല്യാണം ഉണ്ടായിട്ടുണ്ടോ? പണ്ടൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ വീടുകളിലൊരു പന്തൽ ഉണ്ടാക്കത്തില്ലയോ? കൂടാരം. മീറ്റിങ്ങുകൾക്കൊക്കെ കൂടാരം ഉണ്ടാക്കും, മുളയൊക്കെ വെച്ച് തടിയൊക്കെ വെച്ച് വാർത്ത് ഒരു പന്തല പോലെയൊക്കെ ഉണ്ടാകത്തില്ലേ? കൂടാരങ്ങളുണ്ടാക്കും. ആ കൂടാരപ്പണിയായിരുന്നു പൗലോസ്. മനസ്സിലായല്ലോ? അത് കൂടാരങ്ങളുണ്ടാക്കാൻ, ഓരോ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങളുണ്ടാക്കാൻ വേണ്ടി, പന്തലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ആ പണിയായിരുന്നു ചെയ്തത്. സഹായിക്കാനും കുറേ പേര് കാണും, ഒറ്റയ്ക്കായിരിക്കില്ല തീർച്ചയായും. കൂടാരപ്പണി ജീവിച്ചാണ്. അപ്പോൾ വിശ്രമം എടുക്കേണ്ട സമയത്തും അധ്വാനിച്ച് ഇരട്ടി പണി ചെയ്താണ് പൗലോസ്. അപ്പോൾ യവനരും, അതായത് ഗ്രീക്കുകാരും യഹൂദരും മറ്റ് രാജ്യങ്ങളിൽ വന്ന് ചേറിപ്പാർക്കുന്നവരൊക്കെ ഉണ്ട് അവിടെ ഈ പണി ചെയ്യാനായിട്ട്, ജോലിക്കാരായിട്ട്. അവരെല്ലാവരോടും സുവിശേഷം അറിയിച്ചു. ഈ പ്രധാന പട്ടണങ്ങൾ തിരഞ്ഞെടുക്കുന്ന അതിനു വേണ്ടിയാണ്, പല രാജ്യക്കാരെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ തിരിച്ച് ചെന്ന് അവിടെ രാജ്യങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കും. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത സ്ഥലം, ആ സാഹചര്യം, അവരുടെ പശ്ചാത്തലം, ഇരട്ടി അധ്വാനിച്ചു പൗലോസ് അപ്പോസ്തലൻ. മാത്രമല്ല പ്രാർത്ഥിച്ചു. ഇതൊരു പ്രാർത്ഥനാ മനുഷ്യൻ കൂടിയായിരുന്നു പൗലോസ്. ഒരു പുസ്തകം വായിച്ച് ഓർക്കുന്നു, പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്നൊരു പുസ്തകമുണ്ട്. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പൗലോസ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേകർക്ക് രോഗസൗഖ്യം നൽകി പൗലോസ്. നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തു മാത്രമല്ല അത്ഭുതങ്ങൾ ചെയ്തത്, അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അവരുടെ വിശ്വാസം മൂലം, പ്രാർത്ഥന മൂലം. നമ്മൾക്ക് കഴിയും. നമ്മൾ മൂലം അത്ഭുതം നടക്കും. വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ജീവിക്കണം. നമ്മൾ പ്രാർത്ഥനാ മനുഷ്യരാകണം. ദൈവം നമ്മെ ഉപയോഗിക്കും സൗഖ്യം കൊടുക്കാൻ. നമുക്കും കഴിയും. ആത്മീയ ശക്തി നമുക്കും കിട്ടും. യവനരും യഹൂദരും ചേറിപ്പാർക്കുന്നവരും ഒക്കെ വചനം കേട്ടു.
അനേകർക്ക് രോഗശാന്തി നൽകി. ആളുകളിൽ ഒരു വിശ്വാസമുണ്ടായി. പൗലോസിൻ്റെ വാക്കും ജീവിതവും പ്രവൃത്തിയെ കണ്ട് അനേകരിൽ ഒരു വിശ്വാസമുണ്ടായി. ആളുകളൊക്കെ പൗലോസിനോട് ആകർഷിക്കപ്പെട്ടു. ഈ പണിക്കാരൊക്കെ എക്കാലത്ത് അരയിലൊരു തുണി കെട്ടി, ഒരു തൂവാലയും അവർ കെട്ടി, മുഖം തുടയ്ക്കാനും ഒക്കെ. അവരൊക്കെ അധ്വാനിക്കുന്നവരാണ്. സാധാരണ പണിക്കാരൊക്കെ തോർത്ത് കെട്ടുന്ന പോലെ അധ്വാനിക്കുന്നവരൊക്കെ കാലത്ത് അവിടെ ഇടയ്ക്കൊക്കെ ഒരു അരക്കെട്ടും കെട്ടി, അരയിൽ തുണി കെട്ടും, ഒരു തൂവാല ചേർത്ത്. അപ്പോൾ ആളുകളൊക്കെ വിശ്വസിച്ചു, ഈ അരക്കെട്ടിനും തൂവാലയ്ക്കും വരെ ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ച് അതൊക്കെ തലയെടുത്ത് വെക്കുമായിരുന്നു ഈ അപ്പോസ്തലന്മാരുടെ. അത്ര വിശ്വാസമായിരുന്നു അവനെ. പൗലോസിൻ്റെ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യത പഠിപ്പിച്ചു. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രവും ബിംബങ്ങളും ഒക്കെ നിറഞ്ഞ ആ സ്ഥലത്താണ് പൗലോസ് പ്രസംഗിക്കുന്നത് വിഗ്രഹാരാധനയ്ക്കെതിരായിട്ട്. അതുകൊണ്ടാണ് ആളുകൾ എതിർത്തു, കൊല്ലാനൊരുങ്ങി, ശത്രുക്കളുണ്ടായി. ധൈര്യം, ആത്മധൈര്യം പൗലോസിനുണ്ടായിരുന്നു. സുവിശേഷം അറിയിക്കാനുള്ള ധൈര്യം. ഇന്നത്തെ കാലത്തും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് സമൂഹം. കർത്താവ് പ്രതീക്ഷിക്കുന്നതാണ്. സുവിശേഷത്തിന് വേണ്ടിയുള്ള എരിവ്, തീഷ്ണത, ധൈര്യം, ഉള്ളിൽ കത്തുന്ന അഗ്നി, ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ഒരു തീ കത്തണം, ഒരാവേശം, അറിയാനും അറിയിക്കാനും. അത് മുൻഗണനയായി തീരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോളും. മുമ്പേ അവൻ്റെ രാജ്യം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ കാര്യം, ദൈവനാമം, ബാക്കിയൊക്കെ രണ്ടാമതാണ്. മുമ്പേ ദൈവീയ കാര്യങ്ങൾ. കാരണം നമ്മളുടെ അസ്തിത്വം ദൈവമാണ് കാരണക്കാരൻ. നമുക്ക് ആയുസ് കൂട്ടിത്തരുന്ന ദൈവമല്ലേ വഴി നടത്തുന്നത്. മുമ്പേ ദൈവനാമം, ദൈവരാജ്യം. അപ്പോൾ വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യത പഠിപ്പിച്ചു. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ടായി. ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിമ നിർമ്മിച്ച് ജീവിതം കഴിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അക്കാലത്ത്. ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ. അവിടെ ജോലി എന്താ? പ്രതിമ ഉണ്ടാക്കാൻ. അപ്പോൾ നല്ല ശമ്പളമൊക്കെ കിട്ടും, വരുമാനം കിട്ടും. അപ്പോൾ കുറേ പേര് പൗലോസിൻ്റെ വിശ്വാസത്തോട് ചേർന്ന് പ്രസംഗം കേട്ട് ആകർഷിക്കപ്പെട്ടപ്പോൾ ഈ പ്രതിമ ഉണ്ടാക്കുന്ന പണിക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഇപ്പം പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി അനുഗ്രഹം വരുന്നില്ല. അവിടെ പ്രതിമ നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു. പ്രതിമ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അവിടെ അവരിൽ ഒരാളാണ് ദിമത്രിയോസ് എന്ന് പറഞ്ഞ ആൾ. ഒരു തട്ടാനൻ. പ്രതിമ ഉണ്ടാക്കുന്നവരെ തട്ടാൻ എന്ന് വിളിക്കുമല്ലോ, അല്ലെങ്കിൽ കലാകാരൻ. അവരുടെ നേതാവായിരുന്നു ദിമത്രിയസ്. അവരെല്ലാം കൂടെ സംഘടിപ്പിച്ചു ഈ ദിമത്രിയസ്. അവിടെ ലാഭം പോയി, അവിടെ പണി നഷ്ടപ്പെട്ടു പൗലോസിൻ്റെ പ്രസംഗം മൂലം. ഇവരെല്ലാം കൂടെ ചേർന്ന് പൗലോസിനെ ആക്രമിച്ചു. ദിമത്രിയോസും മറ്റ് പണിക്കാരും എല്ലാം കൂടെ ചേർന്ന് പൗലോസിനെ ആക്രമിച്ചു. തല്ലുകയും കൊല്ലാവരുകയും ഒക്കെ ചെയ്തു. വാശിയ, ഞങ്ങളുടെ ജോലി കളഞ്ഞവനായവൻ. പക്ഷേ ജനക്കൂട്ടം കുറേ ക്രിസ്ത്യാനികൾ വന്ന്, ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട കുറേ പേര് വന്ന് പൗലോസിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ആ സംഭവമൊക്കെ അപ്പോസ്തലപ്രവൃത്തിയിൽ വർണ്ണിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ തീഷ്ണതയാണ്. ഈ തട്ടാന്മാരുടെ ജോലി പോയി, പ്രതിമ ഉണ്ടാക്കുന്നവരുടെ, വിഗ്രഹം ഉണ്ടാക്കുന്നവരുടെ ജോലി പോയി. അവരെല്ലാം കൂടെ സംഘടിച്ച് പൗലോസിനെ ആക്രമിച്ചു. മുറിവേൽപ്പിച്ച് കാണും, തല്ലിക്കാണും, വലിച്ചഴച്ച് കാണും. അപ്പോൾ കുറേ പേരൊക്കെ വന്ന് രക്ഷിച്ചു പൗലോസിനെ, മരണത്തിന് രക്ഷിച്ചു. അപ്പം അങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു പൗലോസിന്. എഫേസോസിലൊരു വലിയ സ്റ്റേഡിയം ഉണ്ടായിരുന്നു, കളിസ്ഥലം, സ്റ്റേഡിയം. അപ്പോസ്തല പ്രവൃത്തി 19:29 വലിയ സ്റ്റേഡിയം. 20,000 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന സ്റ്റേഡിയമാണ്. വെരി ബിഗ് സ്റ്റേഡിയം.
20,000 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാം. അപ്പം അത്ര വലിയൊരു സിറ്റി ആയിരുന്നു എഫേസോസ്. പണിക്കാരൊക്കെ കളിക്കാൻ പോകും. നമ്മൾ ക്രിക്കറ്റ് കളി കാണാൻ പോകുന്ന പോലെ സ്റ്റേഡിയം നിറഞ്ഞ് കാണുമല്ലോ. ഇന്ത്യക്കാരുടെ പ്രത്യേകത ആണല്ലോ അല്ലേ, ഇങ്ങനെ കണ്ടിരുന്നോളൂ ഇല്ലേ. ഒരു ഡോക്ടർ ചികിത്സയ്ക്കിടയും പോയി ക്രിക്കറ്റ് കളി കണ്ട് കാര്യമൊക്കെ പേപ്പറിലുണ്ടായിരുന്നല്ലോ അല്ലേ. അത്ര ആവേശമാണല്ലേ ക്രിക്കറ്റ് കളി കാണാൻ. ഒരു സ്റ്റേഡിയം, അത്ര ഒരു കളിസ്ഥലവും ഒക്കെ ആയിരുന്നു, വലിയ സിറ്റി ആയിരുന്നു. ഈ എഫേസോസിൽ വെച്ചാണ് പൗലോസ് കൊരിന്ത് ലേഖനം എഴുതിയത്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയത് പൗലോസ് എഫേസോസിൽ വെച്ചാണ്. അപ്പോൾ പൗലോസ് എഫേസോസിലെ താമസ സ്ഥലത്തും സമയത്തും എഴുത്ത, പകലൊക്കെ അധ്വാനം, കൂടാരപ്പണി പകലും രാത്രിയിലും, പിന്നുള്ള സമയം എഴുത്ത്. ആലോചിച്ച് നോക്കിയേ, കഠിനമായി അധ്വാനിച്ചാലാണ് പൗലോസ്. കൊരിന്ത്യ ലേഖനം എഴുതിയത് എഫേസോസിൽ വെച്ചാണ് പൗലോസ്. 1 കൊരിന്ത്യർ 15:32 പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:32, ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം. മൃഗയുദ്ധം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എഫേസോസിൽ വെച്ച് കഠിനമായി അധ്വാനിച്ചു. അക്കാലത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പിടിച്ച് ഈ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി മൃഗയുദ്ധം ചെയ്യിക്കുമായിരുന്നു അധികാരികൾ. ജയിൽവാസം അങ്ങനെയായിരുന്നു. മൃഗങ്ങളുമായിട്ട് മല്ലുപിടിക്കും, ഏറ്റുപിടിക്കും. അത് കണ്ട് രസിക്കും ആളുകൾ. ചുറ്റുമൊക്കെ ഇരുന്ന്, കളിസ്ഥലത്തിന് ചുറ്റും ഇരുന്ന് രസിക്കും, കൈയടിക്കും. റോമിലും അങ്ങനെ സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൊളോസിയം എന്നൊക്കെ പറയും. അതെ, എഫേസോസിൽ സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മൃഗയുദ്ധങ്ങൾ ഒരു വിനോദമായിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിൽ വലിയ കളിയായിട്ട് ഇതങ്ങ് വ്യാപിച്ചു. റോമാക്കാരും അങ്ങ് വ്യാപിപ്പിച്ചു മൃഗയുദ്ധങ്ങൾ. ഒരിക്കൽ പൗലോസിനെ എഫേസോസിലെ ആംഫി തിയേറ്റർ എന്നറിയപ്പെടും. ഈ മൃഗയുദ്ധം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ആംഫി തിയേറ്റർ. മൃഗങ്ങളുമായി വല്ലയുദ്ധം നടക്കുന്ന സ്ഥലമാണ് ആംഫി തിയേറ്റർ. അവിടെ എറിഞ്ഞു കൊടുത്തു പൗലോസിനെ, എങ്ങനെയോ രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ എത്ര ആക്രമണങ്ങളുണ്ടായി പൗലോസിന്. എഫേസോസ് വെച്ചൊരു ആക്രമണം ഉണ്ടായി, എന്നിട്ടും പിന്മാറിയില്ല. കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി തീഷ്ണത, എരിവ്. അതെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് റോമർ 16:7 നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 16:7, അന്ത്രോനിക്കോസിനോടും യുനിയാവിനോടും കൂടെ പൗലോസ് ജയിൽവാസം അനുഭവിച്ചത് എഫേസോസിൽ വെച്ചായിരുന്നു. ഇപ്പം റോമിൽ ജയിൽവാസം ചെയ്തു, അനുഷ്ഠിച്ചു. എഫേസോസിലും ജയിലിൽ കിടന്നു എന്നാണ് പറയുന്നത്. റോമർ 16:7 പറയുന്നു, അന്ത്രോനിക്കോസിനോടും യുനിയാവിനോടും കൂടെ പൗലോസ് ജയിൽവാസം അനുഭവിച്ചത് എഫേസോസിൽ വെച്ചായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 20:19 വായിക്കുന്നു. എഫേസോസിൽ വെച്ച് യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ കഷ്ടങ്ങളുണ്ടായി എന്ന് പറയാം. യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ കഷ്ടങ്ങളുണ്ടായി. ആംഫി തിയേറ്ററിൽ എറിഞ്ഞു കൊടുത്തു, മൃഗയുദ്ധം ചെയ്തു, കഷ്ടങ്ങളുണ്ടായി. തട്ടാന്മാർ സംഘടിച്ച് ആക്രമിച്ചു. അവിടെയൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറേ പേർ രക്ഷിക്കാനും ഉണ്ടായിരുന്നു പൗലോസിനെ. അപ്പം അങ്ങനെ വളരെ ഫലപ്രദമായ ശുശ്രൂഷ എഫേസോസിൽ നിർവഹിച്ചു പൗലോസ് അപ്പോസ്തലൻ. വെരി ഫ്രൂട്ട്ഫുൾ മിഷൻ. ഫലപ്രദമായ ശുശ്രൂഷ, സുവിശേഷ വേല. അതിൻ്റെ ഒരു 100 അംശമെങ്കിലും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലേ? ഫലപ്രദമായ രീതി ആളാം പ്രതി വേല ചെയ്യണം, കർത്താവിൻ്റെ സുവിശേഷം അറിയണം, അറിയിക്കണം, നന്മപ്രവർത്തനങ്ങൾ ചെയ്യണം, സുവിശേഷ പ്രവർത്തനങ്ങൾ. നമ്മൾ മൂലം മറ്റവർക്കൂടെ ദൈവത്തെങ്കിലേക്ക് അടുക്കണം, ക്രിസ്തുവിലേക്ക് അടുക്കണം, സുവിശേഷത്തിലേക്ക് അടുക്കണം. അത് നമ്മൾ കഷ്ടം സഹിക്കണം, ത്യാഗം സഹിക്കണം. നമ്മുടെ ത്യാഗവും കഷ്ടപ്പാടും കണ്ടു വേണം സുവിശേഷത്തിൽ ആകർഷിക്കപ്പെടാൻ. നമ്മുടെയൊക്കെ ജീവിതശൈലി എന്താ? കുന്നുകൂട്ടുക അല്ലേ? എല്ലാം കുന്നുകൂട്ടി വെക്കുക അല്ലേ?
മക്കളുടെ കാലത്തൊക്കെ നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പല കുടുംബങ്ങളിലെയും തെളിയിക്കുന്നത്, അല്ലേ? ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കാനും കൂടി കഴിയണമെന്നുള്ളതാണ് സുവിശേഷം. ആട്ടെ, എഫേസ്യ ലേഖനത്തിൻ്റെ സന്ദേശങ്ങളിലേക്ക് കടക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ എത്ര അധ്യായം ഉണ്ടെന്ന് പറയാമോ? നിങ്ങൾ നോക്കിയോ? എഫേസ്യ ലേഖനത്തിൽ എത്ര അധ്യായമുണ്ട്? 6 അധ്യായങ്ങൾ. ഇപ്പം 2 ഭാഗമായി നമുക്ക് തിരിക്കാം. 1 മുതൽ 3 വരെ അധ്യായങ്ങൾ ക്രിസ്തുവുമായുള്ള ഒരു വിശ്വാസിയുടെ ബന്ധമാണ് അവിടെ പരാമർശിക്കുന്നത്. 1, 2, 3 അധ്യായങ്ങൾ ക്രിസ്തുവുമായുള്ള ഒരു വിശ്വാസിയുടെ ബന്ധമാണ്. 4, 5, 6 അധ്യായങ്ങൾ, രണ്ടാമത്തെ ഭാഗം, ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലകൾ എന്തല്ല. അങ്ങനെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. അതിൻ്റെ സന്ദേശങ്ങളെ 2 ഭാഗമായി നമുക്ക് തിരിക്കാം. 1 മുതൽ 3 വരെ അധ്യായങ്ങൾ ക്രിസ്തുവുമായുള്ള ഒരു വിശ്വാസിയുടെ ബന്ധം. 4 മുതൽ 6 വരെ അധ്യായങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലകളെക്കുറിച്ച് പറയാം. അങ്ങനെ 2 ഭാഗമായിട്ട് തിരിക്കാം എഫേസ്യ ലേഖനം. ക്രിസ്തുവുമായുള്ളൊരു വിശ്വാസിയുടെ ബന്ധം 1, 2, 3 അധ്യായങ്ങൾ. അതിലെ പ്രധാന കാര്യങ്ങൾ ഞാൻ പറയാം. ക്രിസ്തുവുമായുള്ളൊരു വിശ്വാസിയുടെ ബന്ധം. 1, പിതാവാം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പിതാവാം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 1-ന്റെ 3 മുതൽ 6 വരെ വാക്യങ്ങൾ വായിക്കാൻ പറ്റുമത്. പിതാവാം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 2, ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. 1-ന്റെ 7 മുതൽ 12 വരെ അത് വായിക്കാം നമുക്ക്. ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. 3, ആത്മാവ് നമ്മെ മുദ്രയിട്ടു. 1-ന്റെ 13, 14. ഞാൻ ഒന്നുകൂടെ പറയാം. 1, പിതാവാം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 1-ന്റെ 3 മുതൽ 6 വരെ. 2, ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. 1-ന്റെ 7 മുതൽ 12 വരെ. ആത്മാവ് നമ്മെ മുദ്രയിട്ടു. സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നമ്മെ മുദ്രയിട്ടു. 1-ന്റെ 13, 14. 4, എന്തിനു വേണ്ടിയാണ് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത്? ദൈവകൃപയെ മഹത്വപ്പെടുത്തേണ്ടതിന്. ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് ദൈവകൃപയെ മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട്. ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത് ദൈവകൃപയെ മഹത്വപ്പെടുത്തേണ്ടതിനാണ്. ദൈവകൃപയെ മഹത്വപ്പെടുത്തേണ്ടതിന് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. അക്കാര്യം പറയുന്നത് 1-ന്റെ 6, 12, 14 വാക്യങ്ങൾ. 1-ാം അധ്യായം 1-ന്റെ 6, 12, 14. ദൈവകൃപയെ മഹത്വപ്പെടുത്തേണ്ടതിന് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. 5-ാമത്തെ പോയിന്റ്, ഞാൻ പോയിന്റ് പറയാണ്, പോയിന്റ് ബൈ പോയിൻ്റായിട്ട് പറയാണ്. 5, മനുഷ്യൻ്റെ പ്രവൃത്തിയേക്കാൾ ദൈവകൃപയാണ് പ്രധാനം. പൗലോസ് ഊന്നി പറയാണ്, മനുഷ്യൻ്റെ പ്രവൃത്തിയും വേണം ദൈവകൃപയും വേണം. എന്നാൽ അതിൽ തന്നെ മനുഷ്യൻ്റെ പ്രവൃത്തിയേക്കാൾ ദൈവകൃപയാണ് പ്രധാനമെന്ന് പൗലോസ് ഊന്നി പറയുക. ദൈവം ആരോഗ്യം തരണം, ദൈവം ആയുസ് കൂട്ടി തരണം, ദൈവം അനുകൂല സാഹചര്യങ്ങൾ തരണം. മനുഷ്യൻ്റെ പ്രവൃത്തി വേണം. മനുഷ്യൻ്റെ പ്രവൃത്തിയേക്കാൾ ദൈവകൃപയാണ് പ്രധാനം. 6, ക്രിസ്തുവിൽ സ്വർഗീയ മഹത്വത്തിലേക്ക് നാം ഉയർത്തപ്പെടും. ക്രിസ്തുവിൽ സ്വർഗീയ മഹത്വത്തിലേക്ക് നാം ഉയർത്തപ്പെടും. വി ആർ ബീങ് ലിഫ്റ്റഡ് അപ്പ്. സ്വർഗീയ മഹത്വത്തിലേക്ക്, ലിഫ്റ്റഡ് അപ്പ് ടു ഹെവൻലി ഗ്ലോറി. വി ആർ ബീങ് ലിഫ്റ്റഡ് അപ്പ് ടു ഹെവൻലി ഗ്ലോറി.
ക്രിസ്തുവിൽ സ്വർഗീയ മഹത്വത്തിലേക്ക് നാം ഉയർത്തപ്പെടും. 7, ക്രിസ്തുവിലാണ് നമുക്ക് യഥാർത്ഥ പ്രത്യാശ ലഭിക്കുന്നത്. ക്രിസ്തുവിലാണ് യഥാർത്ഥ പ്രത്യാശ. ഈ ലോകത്തിൽ കുറേ പ്രത്യാശയൊക്കെ ഉണ്ട്, പക്ഷേ യഥാർത്ഥമായ പ്രത്യാശ ക്രിസ്തുവിലാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാം അധ്യായം 12-ാം വാക്യം. ക്രിസ്തുവിലാണ് നമുക്ക് യഥാർത്ഥ പ്രത്യാശ ലഭിക്കുന്നത്. 8-ാമത്തെ പോയിന്റ്, ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. നമ്മളൊരു പാട്ട് പാടും, തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു എന്നൊക്കെ പാട്ട് പാടും. ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. 2-ാം അധ്യായം 13-ാം വാക്യം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. 9, ക്രിസ്തുവിൽ നാം നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഗ്രോയിങ് അപ്പ് ഇൻ ക്രൈസ്റ്റ്. നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു ക്രിസ്തുവിൽ. പൗലോസ് കാര്യങ്ങളൊക്കെ ഊന്നി പറയാണ്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ക്രിസ്തുവിൽ നാം നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു. 2:21. 10-ാമത്തെ പോയിന്റ്, ഒരു വിശ്വാസി ക്രിസ്തുവിൽ വാഗ്ദാനങ്ങളുടെ പങ്കാളിയായിത്തീരുന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വാഗ്ദാനങ്ങളുടെ പങ്കാളിയായിത്തീരുന്നു. 3:6 നമ്മൾ വായിക്കുന്നത് വാഗ്ദാനങ്ങളുടെ പങ്കാളി, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പങ്കാളിയായിത്തീരും. 11, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് തൻ്റെ മഹത്വത്തിൽ നാം പങ്കാളിയാകുന്നു. ക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസത്താലാണ് തൻ്റെ മഹത്വത്തിൽ നാം പങ്കാളിയാകുന്നത്. ക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. 12-ാമത്തെ പോയിന്റ്, വിളിക്ക് യോഗ്യരായി നടക്കണം. നാം വിളിക്ക് യോഗ്യരായി നടക്കണം. പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്, വിളിക്ക് യോഗ്യരായി നടക്കണം. 13-ാമത്തെ പോയിന്റ്, ഒരു വിശ്വാസിയുടെ സ്വർഗീയ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിശ്വാസിയുടെ സ്വർഗീയ അവകാശങ്ങൾ 8 കാര്യങ്ങൾ പറയും. സ്വർഗീയ അവകാശങ്ങൾ, ഒരു വിശ്വാസിയുടെ സ്വർഗീയ അവകാശങ്ങൾ. 1, ദത്തെടുക്കൽ. നമ്മെ ദത്തെടുക്കുന്നു. അഡോപ്ഷൻ. ദൈവം നമ്മെ ദത്തെടുക്കും. ആ വാക്കുകളൊക്കെ പൗലോസ് ഉപയോഗിക്കുന്നത്. ദത്തെടുക്കൽ, അഡോപ്ഷൻ. 2, വീണ്ടെടുക്കൽ, റിഡംഷൻ. ദത്തെടുക്കൽ, അഡോപ്ഷൻ, വീണ്ടെടുക്കൽ, റിഡംഷൻ. 3, അവകാശങ്ങൾ തരുന്നു. ഇൻഹെറിറ്റൻസ്. നമുക്ക് അവകാശങ്ങൾ ലഭിക്കുന്നു. വലിയ കാര്യങ്ങൾക്ക് അവകാശങ്ങൾ ലഭിക്കുന്നു. ഇൻഹെറിറ്റൻസ്. 4, ശക്തി, പവർ. ക്രിസ്തുവിൽ നമുക്ക് ശക്തി ലഭിക്കുന്നു. 5, ദൈവകൃപ, ഗ്രേസ് ലഭിക്കുന്നു. 6, നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ് ലഭിക്കുന്നു. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ ലഭിക്കുന്നു. 7, സ്വർഗത്തിലെ പൗരത്വം ലഭിക്കുന്നു. സിറ്റിസൺഷിപ്പ്, സ്വർഗത്തിലെ പൗരത്വം. സിറ്റിസൺഷിപ്പ്, സ്വർഗത്തിലെ പൗരത്വം. 8, ക്രിസ്തുവിൻ്റെ സ്നേഹം, ലവ് ഓഫ് ക്രൈസ്റ്റ്. ഒരു വിശ്വാസിയുടെ സ്വർഗീയ അവകാശങ്ങളായിട്ട് 8 കാര്യങ്ങൾ പൗലോസ് പറയും. ദത്തെടുക്കൽ, വീണ്ടെടുക്കൽ, അവകാശങ്ങൾ തരുന്നു, ശക്തി, ദൈവകൃപ, നിത്യജീവൻ, സ്വർഗത്തിലെ പൗരത്വം, ക്രിസ്തുവിൻ്റെ സ്നേഹം. ഒരു വിശ്വാസിയുടെ സ്വർഗീയ അവകാശങ്ങൾ പറയുക. പതിനാലാമത്തെ പോയിന്റ്, ഒരു പോയിന്റ് കൂടെ അവിടെ ഉള്ള 14-ാമത്തെ പോയിന്റ്,
1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെയാണ്. ക്രിസ്തുവുമായുള്ളൊരു വിശ്വാസിയുടെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. അതിലെ ലാസ്റ്റ് പോയിന്റ്, യഹൂദർക്ക് മാത്രമല്ല ജാതികൾക്കും ഈ വീണ്ടെടുപ്പ് ലഭിക്കുന്നു. ജെൻറ്റൈൽസ്, യഹൂദന്മാർക്ക് മാത്രമല്ല ഈ വീണ്ടെടുപ്പ് ലഭിക്കുന്നത്, ഈ അവകാശങ്ങൾ ലഭിക്കുന്നത്. യഹൂദർക്ക് മാത്രമല്ല ജാതികൾക്കും ലഭിക്കുന്നു ഈ അവകാശം, ഈ വീണ്ടെടുപ്പ്. യഹൂദരും ജാതികളും ഒരു ശരീരത്തിലെ അവയവങ്ങളായിത്തീരുന്നു. ഈ രണ്ടു കൂട്ടരും ഒരു ശരീരത്തിലെ തന്നെ അവയവങ്ങളായിത്തീരുന്നു, യഹൂദന്മാരും ജാതികളും. ജ്യൂസ് ആൻഡ് ദ ജെൻറ്റൈൽസ്, യഹൂദന്മാരും ജാതികളും ഒരു ശരീരത്തിലെ അവയവങ്ങളായിത്തീരുന്നു. 3:6 അത് പറയുന്നു. രണ്ട് കൂട്ടർ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി രണ്ട് കൂട്ടർ തീരുന്നു. 3:6. എന്നോട് ഒരു കാര്യം കൂടെ പറയണം, അത് പണ്ട് രഹസ്യമായിരുന്നു, ഇപ്പോൾ വെളിപ്പെട്ടു. പണ്ട് ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിരുന്നു, ഇപ്പോൾ അത് ക്രിസ്തുവിൽ വെളിപ്പെട്ടു. 3:1 മുതൽ 13 വരെയാണ് നമ്മളത് വായിക്കുന്നത്. 3:1 മുതൽ 13 വരെ. അത് പണ്ട് രഹസ്യമായിരുന്നു, ഇപ്പോൾ അത് വെളിപ്പെട്ടു. ആ രഹസ്യം വെളിപ്പെട്ടു ക്രിസ്തുവിൽ. അങ്ങനെ എഫേസ്യ ലേഖനത്തിൻ്റെ സന്ദേശങ്ങൾ ആദ്യത്തെ 3 അധ്യായങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത് 4 മുതൽ 6 വരെ അധ്യായങ്ങൾ. 12ാമത്തെ ഒന്ന് പറയാമോ? 12ാമത്തെ വിളിക്ക് യോഗ്യരായി നടക്കണം ആണ് 12ാമത് പറഞ്ഞത്. വിളിക്ക് യോഗ്യരായി നടക്കണം. പിന്നെ 13ാമതാണ് ഒരു വിശ്വാസിയുടെ സ്വർഗീയ അവകാശം. 14ാമതാണ് ഈ പറഞ്ഞ 3 കാര്യം. യഹൂദർക്ക് മാത്രമല്ല ജാതികൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നു. ഒരു ശരീരത്തിലെ അവയവമായി രണ്ട് കൂട്ടരും തീരുന്നു. അത് പണ്ട് രഹസ്യമായിരുന്നു, ഇപ്പോൾ അത് വെളിപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഭാഗത്തെ ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലകൾ പറയുകയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഓർ ഡ്യൂട്ടീസ്. ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലകളെക്കുറിച്ച് പറയുക. നമ്മുടെയൊക്കെ ചുമതലകളാണ്, നമുക്ക് ചില ഡ്യൂട്ടീസുണ്ട്. അതെ, ക്രിസ്തുവുമായുള്ളൊരു വിശ്വാസിയുടെ ബന്ധം നമ്മൾ കണ്ടു. ഒരു ക്രിസ്തുവിൽ നമ്മൾ ഉറച്ചിരിക്കുകയാണ്, ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ നിന്ന് പൗലോസ് പറയുകയാണ്. പിന്നീട് ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലകളെക്കുറിച്ച് പറയുകയാണ്. അത് ഞാൻ ഓരോ പോയിന്റ് ബൈ പോയിൻ്റായിട്ട് പറയാം. അത് വരങ്ങൾ ഗിഫ്റ്റ്സ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. വരങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കണം. പൗലോസിൻ്റെ ഒരു പ്രധാന പഠിപ്പിക്കലാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലകളെക്കുറിച്ച് പറയുക. നമുക്കൊക്കെ ദൈവത്തിൽ നിന്ന് വരങ്ങൾ ലഭിക്കും. വരങ്ങളെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കണം. നമുക്കറിയാമല്ലോ, പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒയ്ക്കഡോമി എന്ന് പറയും. ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ് കേട്ടോ, ഒയ്ക്കഡോമി. ഒയ്ക്കോസ് എന്ന് വെച്ചാൽ വീടെന്നർത്ഥം. ഒയ്ക്കഡോമി, ബിൽഡിംഗ് അപ്പ്, കെട്ടുപണി. എന്തിൻ്റെ കെട്ടുപണിയാണ്? ക്രിസ്തുവിൻ്റെ ശരീരം. എന്താണ് ക്രിസ്തുവിൻ്റെ ശരീരം? സഭയാണ്. അപ്പോൾ നമുക്ക് ലഭിച്ച വരങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കണം. അതാണ് നമ്മുടെ പ്രധാന ചുമതല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയാം. 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എഫേസ്യർ 4:12-13 വാക്യങ്ങളാണ്. വരങ്ങളെല്ലാം നമുക്ക് ലഭിച്ച വരങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് ഉപയോഗിക്കണം. ഫോർ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ചർച്ച്. നമുക്ക് എന്തെല്ലാം വരങ്ങൾ ലഭിച്ചിരിക്കും? സമയം, കഴിവ്, താലന്ത്, ഇതെല്ലാം സഭയുടെ കെട്ടുപണിക്ക് ഉപയോഗിക്കണമെന്നാണ് പൗലോസ് പുസ്തകം പറയുന്നത്. 2, നമ്മുടെ അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, പോയിൻ്റ് ആയിട്ട് പറയാം.
ആത്മീയ ധനം വർദ്ധിപ്പിക്കണം. നമുക്കൊക്കെ ആത്മീയ ധനമുണ്ട്. ശരീരം മാത്രമല്ല മനുഷ്യൻ, ആത്മാവ് കൂടിയുണ്ട്. ആത്മീയ ധനമുണ്ട്. അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും ആത്മീയ ധനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാറ്റിലും പ്രതിഫലിക്കണം ആത്മീയ സ്വഭാവം. നമ്മുടെ എല്ലാ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും എന്തോ പ്രതിഫലിക്കണം. ആത്മീയ സ്വഭാവം പ്രതിഫലിക്കണം. ജഡീക സ്വഭാവം ഉണ്ടൊത്തിരി, അത് പ്രതിഫലിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ആത്മീയ സ്വഭാവം പ്രതിഫലിക്കണം. എല്ലാറ്റിലും, എല്ലാ കാര്യങ്ങളിലും ആത്മീയ സ്വഭാവം പ്രതിഫലിപ്പിക്കണം, പ്രതിഫലിക്കണം. അപ്പോൾ ആത്മീയ ധനം വർദ്ധിപ്പിക്കണം, ആത്മീയ സ്വഭാവം എല്ലാറ്റിലും പ്രതിഫലിക്കണം. പിന്നെ അടുത്ത പോയിന്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ, അതായത് സഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി ഓരോരുത്തരും അവരുടെ ചുമതലകൾ നിർവഹിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ നിർവഹിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഐക്യം, സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സഭയിൽ ജീവനോടിരിക്കുന്നവർ മൈനോറിറ്റിയാകട്ടോ. വാങ്ങിപ്പോയർ അദൃശ്യ സമൂഹമാണ് മജോറിറ്റി. അവരുടെ വിശ്വാസത്തോടും ജീവിതത്തോടും ഒന്നുചേരുകയാണ് സഭയുടെ ഐക്യം. ജീവനോടിരിക്കുന്നവർ ആ വാങ്ങിപ്പോയവരുടെ വിശ്വാസത്തോടും ജീവിതത്തോടും എല്ലാം ഐക്യപ്പെടണം. അത് തെറ്റിപ്പോവുകയല്ല ഐക്യമെന്ന് പറയുന്നത്. ഇപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ, അതായത് സഭയുടെ ഐക്യത്തിനു വേണ്ടി ഓരോരുത്തരും അവരുടെ ചുമതലകൾ നിർവഹിക്കണം. അതായത് ജോയിനിങ് വിത്ത് ദ മെജോറിറ്റി എന്ന് പറയും. സഭാംഗങ്ങളുടെ മെജോറിറ്റി വാങ്ങിപ്പോയവരാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുണ്ടല്ലോ. ദൃശ്യസഭയും അദൃശ്യ സഭയൊക്കെ ഉണ്ടല്ലോ. അവരുടെ വിശ്വാസത്തോടും പ്രാർത്ഥനാ കൂട്ടായ്മയോടും ഒന്നുചേരണം. വിഘടിച്ചു പോകുകയല്ല വേണ്ടത്. പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് വെച്ചാൽ വലിയ കൂട്ടായ്മയാണ്. സഭയിൽ ജീവിച്ച് വാങ്ങിപ്പോരോടുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയാണ് സഭയുടെ കൂട്ടായ്മ. സഭയുടെ കൂട്ടായ്മയോട് അങ്ങനെ ഐക്യപ്പെടുന്നേ, വിശ്വാസത്തോടും പ്രാർത്ഥനാ കൂട്ടായ്മയോടും ഐക്യപ്പെടണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ നിർവഹിക്കണം. 4-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് പറയുന്നത്. വീണ്ടും പറയുകയാണ്, അടുത്ത പോയിന്റ്, ആത്മീയ നൽവരങ്ങൾ സ്നേഹത്തിലൂടെ വർദ്ധിപ്പിക്കണം. ആത്മീയ നൽവരങ്ങൾ സ്നേഹത്തിലൂടെ വർദ്ധിപ്പിക്കണം. ഈ സ്നേഹം ഒരു വലിയ ആയുധമാണ് കേട്ടോ. സ്നേഹത്തോടുള്ള പെരുമാറ്റം, സ്നേഹം. കുമാരനാശാൻ സ്നേഹമാണ് അഖിലസാര മൂഴി എന്ന് പറഞ്ഞില്ലേ? ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ നിന്നൊക്കെ പ്രചോദനം കിട്ടി അവരൊക്കെ ഇത് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. സ്നേഹം ക്രിസ്തുമതത്തിൻ്റെ അന്തസത്ത ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹമാണല്ലോ, അല്ലേ? നിസ്വാർത്ഥ സ്നേഹം. നമ്മളെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുക, വെറുക്കുന്നവരെയും അങ്ങോട്ട് കയറി സ്നേഹിക്കുക എന്നാണ്. ആത്മീയ നൽവരങ്ങൾ സ്നേഹത്തിലൂടെ വർദ്ധിപ്പിക്കണം. നമ്മൾ സ്നേഹത്തിൽ ജീവിക്കുമ്പോഴേ ആത്മീയ നൽവരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് നൽവരങ്ങൾ കിട്ടും, വർദ്ധിക്കും. ആത്മീയ നൽവരങ്ങൾ സ്നേഹത്തിലൂടെ വർദ്ധിപ്പിക്കണം. നമ്മളെ ഒരു 9:15 തീരും കേട്ടോ. ആര് കുഴഞ്ഞോ? എനിക്ക് തോന്നുന്നു ഇപ്പം 10-40 പേരായി. നേരത്തെ 90 പേരുണ്ടായിരുന്നു, പിന്നെ 60 പേരായി, ഇപ്പം 40 പേരെ ഉള്ളെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അപ്പം നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നു കേട്ടോ. നിങ്ങൾ ക്ഷമ കാണിച്ചതിൽ, ഇത്രയും ഒക്കെ ഉത്സാഹം കാണിച്ചതിൽ
40 പേരാണ് ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടെന്നാണ് തെളിഞ്ഞു വരുന്നത് കേട്ടോ. 40 പേര്. അത് തന്നെ ഒരു വിജയമാണ്. നമ്മൾ അത്രയും 40 പേരുണ്ടല്ലോ. അതെ, ഈ പുത്തനച്ചി പുറപ്പുറം തൂക്കുന്ന പറഞ്ഞ ചെറുതൊക്കെ കേട്ട് പിന്നെ പിന്മാറി ഇല്ലേ. അവരുടെ കുറ്റമായിരിക്കില്ല കേട്ടോ. നമ്മളവരെ കുറ്റപ്പെടുത്തേണ്ട. പല ജോലിത്തിരക്കായിരിക്കും. പക്ഷെ നിങ്ങളുടെ നോട്ട്സൊക്കെ അവർ ചിലപ്പം വായിക്കുമായിരിക്കും. അവരും പങ്കുചെയ്യുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ്. പള്ളിപ്പെരുന്നാളൊക്കെ ആയിട്ടാ പലരും റാസയ്ക്കൊക്കെ പോയേക്കുവാ. റാസാണ് നമ്മുടെ സ്റ്റഡി പ്രോഗ്രാമിനെ റാസ ബാധിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ ബാധിച്ച് കാണും. അതെ അതെ, നിങ്ങളെ അഭിനന്ദിക്കുന്നു കേട്ടോ. നമുക്ക് 9:15 തീരും കേട്ടോ. അതെ, നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനിയും എണ്ണം കുറയാനിടയാകല്ലേ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. എന്നൊന്നും റാസായില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. 60 നമ്മുടെ സ്ഥിരത. 60 പേരുണ്ടെന്നാണ് അച്ഛന്മാരൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പം ഇന്ന് പറഞ്ഞത് ശരിയാണ്. റാസ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. സാരമില്ല, സ്റ്റഡി നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിന് നന്ദി. ആട്ടെ, ആത്മീയ നൽവരങ്ങൾ സ്നേഹത്തിലൂടെ വർദ്ധിപ്പിക്കണം. പിന്നെ പറയാം, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. 4:2 4-ാം അധ്യായം 22, 4:22 പറയുന്നത്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഈ പഴയ മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ ഇടയ്ക്ക് വരും. തമ്മിൽ ജഡീക മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ ഇടയ്ക്ക് കാണിക്കും. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കണം. 4:24 പറയുന്നത് അല്ലേ. പുതിയ മനുഷ്യനെ ധരിക്കണം. നമ്മുടെ വസ്ത്രം പുതിയ മനുഷ്യനായി തീരണം. അത് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കണം. പിന്നെ പറയുകയാണ്, പ്രകാശത്തിൻ്റെ മക്കളായി വിശുദ്ധിയിൽ ജീവിക്കണം. ക്രിസ്ത്യാനികളുടെ ഒരു പേരാ പ്രകാശത്തിൻ്റെ മക്കൾ. അന്ധകാരത്തിൻ്റെ മക്കളല്ല നമ്മൾ, ഇരുട്ടിൻ്റെ മക്കളല്ല നമ്മൾ. പ്രകാശത്തിൻ്റെ മക്കളായി വിശുദ്ധിയിൽ ജീവിക്കണം. പൗലോസ് ഊന്നിപ്പറയാണ്, സഭ അത് വളരെ ഊന്നിപ്പറയും. നമ്മളൊക്കെ പ്രകാശത്തിൻ്റെ മക്കളായി തീരും. ഫോട്ടിസ്മ എന്ന് പറയും, പ്രകാശിതരായി, പ്രകാശത്തിൻ്റെ മക്കളായി. നമ്മളെ പ്രകാശിപ്പിക്കുന്നതാണ് കൂദാശകൾ. എല്ലാം നമ്മെ പ്രകാശിപ്പിക്കുക, ആത്മീയമായി പ്രകാശിപ്പിക്കുക. പ്രകാശത്തിൻ്റെ മക്കളായി വിശുദ്ധിയിൽ ജീവിക്കണം. 5:1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അതാ പറയുന്നത്. 5:1 മുതൽ 21 വരെ പ്രകാശത്തിൻ്റെ മക്കളായി വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധി ഏറ്റവും വലിയ സ്വത്ത് കേട്ടോ. പാണ്ഡിത്യമല്ല, പ്രസംഗമല്ല, ക്ലാസ്സുമല്ല വലുത്, വിശുദ്ധിയാണ് ജീവിതം. അതാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് പറയും. പ്രകാശത്തിൻ്റെ മക്കളായി വിശുദ്ധിയിൽ ജീവിക്കണം. 5:1 മുതൽ 21 വരെ. പിന്നെ അടുത്ത പോയിന്റ്, മനുഷ്യബന്ധങ്ങൾ ക്രിസ്തുവിൽ പുതിയ ജീവിതമായി തീരണം. ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഈ മനുഷ്യബന്ധങ്ങൾ ക്രിസ്തുവിൽ പുതിയ ജീവിതമായി തീരണം. ക്രിസ്തുവിലൊരു പുതിയ ജീവിതം നയിക്കണം. മനുഷ്യബന്ധങ്ങളെല്ലാം ക്രിസ്തുവിലൊരു പുതിയ ജീവിതമായി തീരണം. ആ ബന്ധങ്ങളെല്ലാം അതെല്ലാം നമ്മിലൂടെ അത് കാണണം. നമ്മൾ നയിക്കുന്നത് ക്രിസ്തുവിൽ പുതിയ ജീവിതമാണെന്ന് എല്ലാവരും കാണണം, അറിയണം. മനുഷ്യബന്ധങ്ങൾ ക്രിസ്തുവിൽ പുതിയ ജീവിതമായി തീരണം. എന്നിട്ട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടേ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ദാസന്മാർ, യജമാനന്മാർ, ഓരോരുത്തരും തങ്ങളുടെ കടമകൾ ക്രിസ്തുവിൽ നിറവേറ്റണം. ഈ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ കൂദാശ എന്ന് പറയുമല്ലോ. കൂദാശ എന്ന് വെച്ചാൽ എന്താ, എങ്ങനെയാണ് കൂദാശയാകുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിക്കുന്നു, ക്രിസ്തുവിനോട് യോജിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ഐക്യമാണ് കുടുംബജീവിതം. ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെയും പ്രത്യേകം വിളിച്ച് പറയുക, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ദാസന്മാരെ, യജമാൻ, ഓരോരുത്തരും തങ്ങളുടെ ചുമതലകൾ, കടമകൾ ക്രിസ്തുവിൽ നിറവേറ്റണം ഭംഗിയായി. ഓരോരുത്തർക്കും കടമകളുണ്ട്, പ്രത്യേകം കടമകളുണ്ട്. അത് ക്രിസ്തുവിൽ നിറവേറ്റണമെന്ന് ഉദ്ബോധിപ്പിക്കുക.
അടുത്ത പോയിന്റ്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. തന്ത്രങ്ങൾ, നമ്മെ കുടുക്കിലാക്കാൻ ശ്രമിക്കുകയാണ് പിശാച്. പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ കൊടുക്കാൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. എഫേസ്യർ 5:22 മുതൽ 6:9 വരെ ഇത് ദീർഘമായി പറയുകയാണ്. 5:22 മുതൽ 6:9 വരെ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ഉദ്ബോധിപ്പിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ. പിശാചിന് പല തന്ത്രങ്ങളുണ്ട്, പ്രലോഭനങ്ങൾ പല രീതിയിലുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പിശാചിൻ്റെ പ്രലോഭനങ്ങൾ പല രീതിയിൽ വരും. ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ഡിഫെൻഡ് ചെയ്യണം. ആക്രമികളെ ഡിഫെൻഡ് ചെയ്യണം. അങ്ങോട്ട് ആക്രമിക്കുകയും വേണം. ഇപ്പോൾ ഫുട്ബോൾ കളിയിൽ ഗോൾ പോസ്റ്റ് കാത്തു സൂക്ഷിക്കണം, ഗോളിയുടെ ചുമതലയാണ്, ഡിഫൻഡേഴ്സിൻ്റെ ചുമതലയാണ്. അങ്ങോട്ട് ഗോൾ അടിക്കുകയും വേണം, അല്ലേ? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. അടുത്ത പോയിന്റ്, എല്ലാവർക്കും ആത്മീയ പോരാട്ടമുണ്ട് ജീവിതത്തിൽ. ജീവിതം ഒരു പോരാട്ടമാണ്, സ്ട്രഗിളാണ്. ആത്മീയ പോരാട്ടമുണ്ട് ജീവിതത്തിൽ. എല്ലാവർക്കും ഉണ്ട് ആത്മീയ പോരാട്ടം. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമുണ്ട്, ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടമുണ്ട്. എല്ലാവർക്കും പോരാട്ടമുണ്ട്. അതിൽ വിജയിക്കാൻ എന്ത് ചെയ്യണം? ഈ ആത്മീയ പോരാട്ടത്തിൽ വിജയിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. എഫേസ്യ ലേഖനത്തിലാണ് പറയുന്നത്. ആത്മീയ പോരാട്ടത്തിൽ വിജയിക്കാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. ഗ്രീക്ക് ഭാഷയിൽ പനോപ്ലിയ എന്ന് പറയും. പനോപ്ലിയ, സർവായുധ വർഗം, ആയുധവർഗം. എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. 6-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 6:14 മുതൽ 24 വരെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആത്മീയ പോരാട്ടത്തിൽ വിജയിക്കാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. എന്തൊക്കെയാണ് ആ സർവായുധ വർഗം, എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അവിടെയാണ് ശക്തി. ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അരയ്ക്ക് സത്യം കെട്ടണം. അതെ, അന്നത്തെ പശ്ചാത്തലത്തിൽ അരയ്ക്ക് തുണി കിട്ടുമായിരുന്നു. അതെ, യാത്ര ചെയ്യുമ്പോഴൊക്കെ. അതെ, അരയ്ക്ക് സത്യം കെട്ടണം. ജനങ്ങൾക്ക് പരിചയമുള്ളതൊക്കെ ഉദാഹരണമായിട്ട് പറയാം. അരയ്ക്ക് സത്യം കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. കവചം, ഷീൽഡ്. നീതി എന്ന കവചം ധരിക്കണം. കാലിനൊരു ചെരുപ്പ് വേണം. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാണ് ചെരുപ്പ്. അതൊക്കെ അവിടെ പറയാം. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. വിശ്വാസമെന്ന പരിചയം വേണം. വാളും പരിചയമൊക്കെ ഉണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം വേണം. തലയിൽ വെക്കണം രക്ഷ എന്ന ശിരസ്ത്രം. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. ഇതൊക്കെ സംരക്ഷണ പരിപാടികളാണ്. സർവായുധവർഗം ധരിക്കണം. ക്രിസ്തുവിലും അമിത ബലത്തിലും ശക്തിപ്പെടണം. അരയ്ക്ക് സത്യം കെട്ടണം. സത്യമേ പറയാവൂ. സത്യത്തിൻ്റെ മാർഗം വിട്ടുപോകരുത്. നീതി എന്ന കവചം വേണം. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. വിശ്വാസമെന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. അപ്പം അങ്ങനെ ആത്മാവിൻ്റെ വാൾ, അങ്ങനെ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ, യാത്ര ചെയ്യാൻ. പിശാചിൻ്റെ പോരാട്ടത്തെ ചെറുക്കുന്നത് അങ്ങനെയാണ്. അടുത്ത പോയിൻ്റ്, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. 6:18 പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. സ്റ്റെബിലിറ്റി ഉണ്ടാകണം, സ്ഥിരതയുണ്ടാകണം. പ്രാർത്ഥനയിൽ സ്ഥിരത
സ്ഥിരമായി. 6:18. 2 കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസ് ഇത് പറഞ്ഞു. 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒന്ന്, സത്യം അറിയേണ്ടതിന് ആത്മീകമായി നാം ജ്വലിക്കപ്പെടണം. അതിന് പൗലോസ് പ്രാർത്ഥിക്കുന്നു പറയാം. നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സത്യം അറിയേണ്ടതിന് ആത്മീകമായി നാം ജ്വലിക്കപ്പെടണം. 1-ാം അധ്യായം 15 മുതൽ 23 വരെ. സത്യം അറിയേണ്ടതിന് ആത്മീയമായി നാം ജ്വലിക്കപ്പെടണം. അപ്പം 4 മുതൽ 6 വരെ അധ്യായങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് അവസാനിപ്പിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പൊതുവായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഒരു കൺക്ലൂഷനാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസ് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എഫേസ്യ ലേഖനത്തിൽ. ഒന്ന്, സത്യമറിയേണ്ടതിന് ആത്മീയമായി നാം ജ്വലിക്കപ്പെടണം. 1-ാം അധ്യായം 15 മുതൽ 23 വരെ. 2, ആത്മാവാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും നാം ശക്തി പ്രാപിക്കണം. അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി. ഈ ലേഖനം വായിക്കുന്നവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 1, സത്യം അറിയേണ്ടതിന് ആത്മീയമായി നാം ജ്വലിക്കപ്പെടണം. 1:15 മുതൽ 23 വരെ. 2, ആത്മാവാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും നാം ശക്തി പ്രാപിക്കണം. 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിലുണ്ട്. 3:14 മുതൽ 21 വരെയുണ്ട്. മറ്റൊരു പ്രാധാന്യം എഫേസ്യ ലേഖനത്തിൻ്റെ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന വാക്ക് 35 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എണ്ണി നോക്കിക്കോ എഫേസ്യ ലേഖനം വായിച്ച്. ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്ന വാക്ക് 35 പ്രാവശ്യം എഫേസ്യ ലേഖനത്തിൽ പറയുന്നു. അപ്പം അതിൻ്റെ സന്ദേശം ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ സംസാരിക്കുക, ക്രിസ്തുവിൽ പ്രവർത്തിക്കുക. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് ഊന്നിപ്പറയുകയാണ് 35 പ്രാവശ്യം. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്താണ്? മുമ്പേ പറഞ്ഞതാണ്, ബിൽഡിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണി. അതാണ് എഫേസ്യ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം, പ്രതിപാദ്യ വിഷയം. ക്രിസ്തുവിൻ്റെ ശരീരം സഭയാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണിയാണ്. നമ്മൾ അതിൽ വ്യാപൃതരായിരിക്കുന്നവരാണ്, ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അതിൽ വീഴ്ച വരുത്തരുതെന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണി, സഭയുടെ കെട്ടുപണി, സഭാംഗങ്ങളുടെ ദൗത്യം അതാണെന്ന് ഊന്നി പറയുകയാണ് എഫേസ്യ ലേഖനത്തിൽ. ഇനി നിങ്ങൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ കുറേ കൂടെ ഹൃദയത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. എൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളുമൊക്കെ ഇനി പ്രാവശ്യം വായിക്കുമ്പോൾ വായിച്ച് മനനം ചെയ്യുക എന്നുള്ളതാണ്. എഫേസ്യ ലേഖനമാണ് നമ്മൾ പഠിച്ചത്. സമയമനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ചില ക്ലാസ്സിൽ 1ഉം 2ഉം 3ഉം ലേഖനങ്ങൾ പഠിക്കാൻ പറ്റും. ചില ക്ലാസ്സുകളിലൊന്ന് ആയിരിക്കും ആ സാഹചര്യം പോലെ 5-6 ക്ലാസ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പോളൈൻ ലെറ്റേഴ്സ്, പൗലോസിൻ്റെ ലേഖനങ്ങൾ. സന്തോഷം, ആരും മുഷിഞ്ഞില്ലല്ലോ അല്ലേ? ആരും ഉറങ്ങിയില്ലല്ലോ അല്ലേ? ശ്രദ്ധിച്ചതിൽ നന്ദി, സന്തോഷം. ഞാൻ നിർത്തിയൊക്കെ പറഞ്ഞ് എഴുതത്തക്കവണ്ണം, ശ്രദ്ധിക്കത്തക്കവണ്ണം, നോക്കത്തക്കവണ്ണം, കൂടെ വായിക്കത്തക്കവണ്ണം എല്ലാവർക്കും നന്ദി. ശുഭരാത്രി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും കൂട്ടും കാവലും രക്ഷയും വീണ്ടെടുപ്പും സൗഖ്യവും സമാധാനവും ആശ്വാസവും പ്രത്യാശയും ദൈവിക അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും, രോഗത്തിലും ഭാരത്തിലും പ്രയാസങ്ങളും ആയിരിക്കുന്നതോടുകൂടെ നമ്മുടെ ഈ പഠന പദ്ധതിയോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവാനുഗ്രഹിക്കട്ടെ. Thank you, Acha. Thank you, Acha. Thanks, Acha. Thank you, Acha. Thank you, Acha. Night, Acha. Night, Acha. Night all. Night all. മക്കളെ അവസാനിപ്പിക്കട്ടെ. എവിടാ? മട്ടെ തീർന്നു കേട്ടോ. ഹലോ.
ക്ലോസ് ചെയ്തേ ആ സോറി ഞാൻ